ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT സംഘം ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടാവുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് SIT. അതിന്റെ ഭാഗമായുള്ള നടപടികൾ, പരിശോധനകൾ, വിവരശേഖരണമൊക്കെ നടക്കുന്നു. ഇപ്പോൾ SIT സംഘം ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ് ഷഫീദ് റാവുത്തർ? റിജിത്ത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്തിന് പുറത്തായിരുന്നു SITയുടെ അന്വേഷണങ്ങൾ ഏറിയ പങ്കും നടന്നത്. പ്രത്യേകിച്ച് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. എന്നാൽ ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്തേക്ക് SIT സംഘം എത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് നീക്കം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരെ നേരിൽ കാണും. കൂടാതെ മറ്റു ചിലരെ കൂടി ഇന്ന് ദേവസ്വം ആസ്ഥാനത്ത് കണ്ട് സംസാരിച്ചു. പക്ഷേ അത് മൊഴിയെടുക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവരെ കൂടി കാണാനുള്ള വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇന്ന് ഈ പ്രത്യേക സംഘത്തിന്റെ ചുമതലയുള്ള, അല്ലെങ്കിൽ പ്രത്യേക സംഘത്തിന്റെ തലവനായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കിടേഷ് പക്ഷേ തിരുവനന്തപുരത്ത് വെച്ച് ഈ പ്രത്യേക സംഘാംഗങ്ങളുമായി ഒരു കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ SIT നടത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതുവരെ ദേവസ്വം വിജിലൻസ് അടക്കം ശേഖരിച്ച ഫയലുകൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് അവർ നടത്തുന്ന പരിശോധന, അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്, ചില മൊഴിയെടുക്കലുകൾ കൂടി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് ഔദ്യോഗികമായ ഒരു പക്ഷേ യോഗം ചേർന്നേക്കും. ആ യോഗത്തിന് ശേഷം ആരൊക്കെ എവിടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്ത് മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് 2019 ജൂലൈ മാസം 20 ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അത് ആദ്യം കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കുമാണ്. സ്വാഭാവികമായും ഇത്രയും സ്ഥലത്ത് പരിശോധന നടത്തണം. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതകൾ, ദുരൂഹതകൾ, സംശയങ്ങൾ ഇവയൊക്കെ അന്വേഷണ സംഘത്തിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ ആവശ്യമെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തണം. സന്നിധാനത്തേക്ക് എപ്പോൾ പ്രത്യേക സംഘം ഇനി പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശനം വരാനിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം സന്നിധാനത്ത് വളരെ വിശദമായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളും കാര്യങ്ങളും ഉണ്ടാവുക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നു. SIT സംഘം ഇത് ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ച ശേഷം ഇത് ആദ്യമായി ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പലയിടങ്ങളിലായി വിവരശേഖരണം നടക്കുന്നുണ്ട്. അത് ബംഗളൂരുവിൽ, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ, ഈ നാഗേഷ് എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇവിടെയൊക്കെയുള്ള ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊക്കെ വ്യക്തമായ തെളിവുകൾ ഇതിനോടകം ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് ഇനി അതിവേഗം കടക്കും എന്നുകൂടി കരുതേണ്ടതുണ്ടോ ഷഫീദ്? റിജിത്ത്, ഇക്കാര്യത്തിൽ അറസ്റ്റിലേക്ക് ഇനി കടക്കാൻ കാര്യമായ കാലതാമസം ഉണ്ടാകില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് ചോദ്യം ചെയ്യണമെന്നുള്ള തീരുമാനം അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം രണ്ട് വിവരങ്ങളാണ്. ഒന്നാമത്തേത്, ഇപ്പോൾ ദേവസ്വം വിജിലൻസ് SP-യുമായി സംസാരിച്ച ശേഷം നിലവിൽ ഇപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അത് മറച്ചു വിറ്റു എന്നുള്ള കണ്ടെത്തലാണുള്ളത്. കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് ഉരുക്കി, മാത്രവുമല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തിരികെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് അത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയല്ല, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല എന്ന തരത്തിലേക്കുള്ള ചില സൂചനകളൊക്കെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഗൗരവത്തിൽ പരിഗണിക്കണം, പരിശോധിക്കണം. അതിനുവേണ്ടി കൂടിയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുള്ള ദേവസ്വം വിജിലൻസ് SP-യുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും രേഖകൾ സംബന്ധിച്ചിട്ടൊക്കെ വലിയ സംശയങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച രേഖകളിൽ വലിയ തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കണം. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ എപ്പോഴെങ്കിലും അങ്ങനെ കസ്റ്റഡി എടുക്കാനൊക്കെയുള്ള നീക്കം അത് നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. റിജിത്ത്, ശരി. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അന്വേഷണം നടത്തിയ സംഘത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്തേക്ക് SIT സംഘം എത്തുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.